എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് സ്റ്റേഡിയം ഒരു ക്രിക്കറ്റ് യുദ്ധത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള മൂന്നാം ടെസ്റ്റ് മികച്ച രീതിയിൽ മുന്നോട്ട് പോകുകയാണ്. ഒരു ഘട്ടത്തിൽ തകർന്നു പോകുമെന്ന് തോന്നിച്ച ഇംഗ്ലണ്ടിനെ രക്ഷിച്ചത് അവരുടെ നെടുംതൂണുകളായ ജോ റൂട്ടും ക്യാപ്റ്റൻ ബെൻ സ്റ്റോക്സും ചേർന്ന മാസ്മരിക കൂട്ടുകെട്ടാണ്. പരമ്പരയിൽ 1-1 എന്ന നിലയിൽ തുല്യത പാലിക്കുന്ന ഈ നിർണായക ടെസ്റ്റിൽ ടോസ് നേടിയ ഇംഗ്ലണ്ട് നായകൻ ബെൻ സ്റ്റോക്സ് ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ഇന്ത്യൻ നിരയിൽ മിന്നൽ പേസർ ജസ്പ്രീത് ബുംറ തിരിച്ചെത്തിയപ്പോൾ ഇംഗ്ലണ്ടിനായി 4 വർഷത്തിനു ശേഷം അപകടകാരിയായ ജോഫ്ര ആർച്ചർ കളിക്കാനിറങ്ങി. മത്സരം ആരംഭിച്ചപ്പോൾ ഇന്ത്യൻ ബൌളർമാർ ഇംഗ്ലീഷ് ഓപ്പണർമാരായ സാക് ക്രോളിയെയും ബെൻ ഡെക്കറ്റിനെയും ശരിക്കും വരിഞ്ഞുമുറുക്കി. റൺസ് കണ്ടെത്താൻ പാടുപെട്ട ഇംഗ്ലണ്ടിന് 14-ാം ഓവറിൽ ഇരട്ട പ്രഹരമേറ്റു. ഇന്ത്യയുടെ അരങ്ങേറ്റക്കാരൻ യുവതാരം നിതീഷ് കുമാർ റെഡ്ഡിയാണ് ഇന്ത്യൻ ബൌളിംഗ് ആക്രമണത്തിന് പുതിയ ഉണർവ് നൽകിയത്. ഒരു ഓവറിൽ ബെൻ ഡെക്കറ്റിനെയും സാക് ക്രോളിയെയും പുറത്താക്കി നിതീഷ് കുമാർ റെഡ്ഡി ലോർഡ്സിൽ കൊടുങ്കാറ്റായി മാറി. ഇതോടെ ഇംഗ്ലണ്ട് 2 വിക്കറ്റ് നഷ്ടത്തിൽ 44 റൺസ് എന്ന നിലയിലേക്ക് വീണു. തുടർന്ന് ക്രീസിലെത്തിയ ജോ റൂട്ടും ഒല്ലി പോപ്പും ചേർന്ന് ഇന്ത്യൻ ബൌളിംഗിനെതിരെ പ്രതിരോധത്തിന്റെ കോട്ട പടുത്തുയർത്തി. ഇന്ത്യൻ പേസർമാരുടെയും സ്പിന്നർമാരുടെയും നിരന്തര ആക്രമണങ്ങളെ ഇരുവരും ചേർന്ന് അതിജീവിച്ചു. ലഞ്ചിന് പിരിയുമ്പോൾ ഇംഗ്ലണ്ട് 2 വിക്കറ്റ് നഷ്ടത്തിൽ 83 റൺസ് നേടിയിരുന്നു. ശേഷം കളി പുനരാരംഭിച്ചപ്പോൾ ഇന്ത്യൻ ആരാധകരെ ഞെട്ടിച്ചുകൊണ്ട് രവീന്ദ്ര ജഡേജയുടെ മാന്ത്രിക സ്പിന്നർ ഒല്ലി പോപ്പ് പുറത്തായി. ജോ റൂട്ടും പോപ്പും ചേർന്നുണ്ടാക്കിയ 109 റൺസിന്റെ നിർണായക കൂട്ടുകെട്ട് ഇതോടെ അവസാനിച്ചു. പിന്നീട് ക്രീസിലെത്തിയ ഹാരി ബ്രൂക്കിനെ ജസ്പ്രീത് ബുംറയുടെ തകർപ്പൻ ഡെലിവറി ക്ലീൻ ബോൾഡ് ചെയ്തു. ഇതോടെ ഇംഗ്ലണ്ട് 4 വിക്കറ്റ് നഷ്ടത്തിൽ 172 റൺസ് എന്ന നിലയിലേക്ക് കൂപ്പുകുത്തി. എന്നാൽ തോൽക്കാൻ മനസ്സില്ലാതിരുന്ന ഇംഗ്ലണ്ടിന് രക്ഷകനായി അവരുടെ ക്യാപ്റ്റൻ ബെൻ സ്റ്റോക്സ് ജോ റൂട്ടിനൊപ്പം ക്രീസിലെത്തി. ഒരു വശത്ത് വിക്കറ്റുകൾ വീഴുമ്പോഴും പാറ പോലെ ഉറച്ചുനിന്ന ജോ റൂട്ട് സെഞ്ചുറിക്ക് തൊട്ടടുത്തെത്തി. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യക്കെതിരെ 3000 റൺസ് നേടുന്ന ആദ്യ ഇംഗ്ലീഷ് ബാറ്റ്സ്മാൻ എന്ന റെക്കോർഡും റൂട്ട് സ്വന്തമാക്കി. ശാരീരിക ബുദ്ധിമുട്ടുകൾ അവഗണിച്ചുകൊണ്ട് ബെൻ സ്റ്റോക്സ് തകർപ്പൻ അർദ്ധ സെഞ്ചുറി നേടി റൂട്ടിന് മികച്ച പിന്തുണ നൽകി. റൂട്ടും സ്റ്റോക്സും ചേർന്ന് 50 റൺസിന്റെ കൂട്ടുകെട്ട് പിന്നിട്ടപ്പോൾ ഇംഗ്ലണ്ട് സ്കോർ 200 കടന്നു. ഒന്നാം ദിനം കളി അവസാനിക്കുമ്പോൾ ഇംഗ്ലണ്ടിന് 4 വിക്കറ്റ് നഷ്ടത്തിൽ 250-ലധികം റൺസ് മാത്രമേ നേടാനായിട്ടുള്ളൂ. ഇന്ത്യൻ ബൌളർമാരുടെ മിന്നും പ്രകടനമാണ് ഇംഗ്ലണ്ടിനെ ഇങ്ങനെ തളർത്താൻ കാരണമായത്. നാളെ ആദ്യ സെഷനിൽ തന്നെ ഇംഗ്ലണ്ടിനെ തകർത്ത് ഇന്ത്യ മത്സരം തങ്ങളുടെ വരുതിയിൽ കൊണ്ടുവരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്നത്തെ ഇന്ത്യയുടെ കളിയെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.